പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഇത് സെൻട്രൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സ്ഥാപനമാണെന്ന് ഓർത്തിരിക്കുക. സോ ഇതിലേക്ക് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ നോക്കാം. സോ ഇതിലേക്ക് വിളിച്ചിരിക്കുന്ന കോൺട്രാക്ട് ബേസിസിലാണ് വിളിച്ചിരിക്കുന്നത്. സോ ഇതൊരു ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണെന്ന് ഓർത്തിരിക്കുക. എക്സ്പേർട്ട് ആണ് വിളിച്ചിരിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് നോക്കാം ഏതൊക്കെയാണ് വിളിച്ചിരിക്കുന്നത്. സോ ഇതിന്റെ ഓപ്പണിംഗ് ഡേറ്റ് വന്നിരിക്കുന്നത് 20th ജൂണിലാണ് ഇത് ഓപ്പണിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സോ 30 ദിവസം, അതായത് ഓപ്പണിംഗ് തുടങ്ങി, അതായത് 20ാം തീയതി തുടങ്ങി 30 ദിവസം വരെ ഇതിന് ക്ലോസിംഗ് ഡേറ്റ് ആയിട്ടാണ് പറയപ്പെടുന്നതെന്നാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. സോ ഫസ്റ്റ് വന്നിരിക്കുന്ന പോസ്റ്റ് നോക്കാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എക്സ്പേർട്ട് ആണ്. സോ ഫിക്സഡ് ടൈം കോൺട്രാക്ട് ബേസിസിലാണ്, 3 വർഷമാണ് ഇനിഷ്യലി. പിന്നീട് നിങ്ങളുടെ പെർഫോമൻസിനെ ബേസ് ചെയ്ത് 2 വർഷം കൂടെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു പറയുന്നുണ്ട്. സൈബർ സെക്യൂരിറ്റി ആണ് ഡൊമൈൻ വരുന്നത്. അപ് ടു 20 lakh വരെ ആയിരിക്കും നിങ്ങൾക്ക് പെർ ആനം കിട്ടുന്നത്. സോ മാക്സിമം ഏജ് ലിമിറ്റ് 40 വയസ്സിലുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ ഓർത്തിരിക്കുക. റെസ്പോൺസിബിലിറ്റി ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കുക. ഇതിന്റെ ക്വാളിഫിക്കേഷൻ വേണ്ടത് BR BTech അല്ലെങ്കിൽ ME അല്ലെങ്കിൽ MTech ഇൻ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതും അല്ലെങ്കിൽ അതിന് തത്തുല്യമാണ് പറയപ്പെടുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് സപ്ലിമെന്റഡ് റെലവൻറ്റ് സർട്ടിഫിക്കേഷൻ ആവശ്യമായിട്ടുണ്ട്. CISSP അല്ലെങ്കിൽ CISM അല്ലെങ്കിൽ CH അല്ലെങ്കിൽ OSCP, ഇതെല്ലാം സിസ്റ്റം ബേസിസിലായിട്ടുള്ള സർട്ടിഫിക്കേഷൻ ആണ്. സോ ഇത് ഉണ്ടായിരിക്കണമെന്നും പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ 7 വർഷം മുതൽ 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണമെന്നും പറയുന്നുണ്ട്. സോ ഇത് വന്നിരിക്കുന്ന വേക്കൻസി നോക്കാം. ഒരു വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ഇത് വരുന്നത് ഡൽഹി അല്ലെങ്കിൽ ബാംഗ്ലൂരിലാണ് നിങ്ങളുടെ ലൊക്കേഷൻ വരുന്നത്. സോ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് CGP ആണ്. BR BTech 7.0 ആണ് നിങ്ങൾക്ക് വേണ്ട CGP. അത് പെർസെൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 70% നിങ്ങൾക്ക് പെർസെൻറ്റേജ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ 7.0 CGP ഉണ്ടായിരിക്കണം എന്നാണ് പറയപ്പെടുന്നത്. സോ രണ്ടാമത് വലിച്ചിരിക്കുന്നത് സയന്റിസ്റ്റ് B അല്ലെങ്കിൽ C അല്ലെങ്കിൽ D പോസ്റ്റിലേക്കാണ്. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് പറയുന്നത്. സൈബർ സെക്യൂരിറ്റി ആണ്. സോ ഇതിന് 35 വയസ്സിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതോടൊപ്പം ഇതിന്റെ ക്വാളിഫിക്കേഷൻ നോക്കാം. BR BTech അല്ലെങ്കിൽ ME അല്ലെങ്കിൽ MTech ഇൻ CSE അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അതിന്റെ എക്സ്പീരിയൻസ് വേണം 2 വർഷം മുതൽ 5 വർഷം വരെയുള്ള ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ്, ഡീപ് ലേണിംഗ് അല്ലെങ്കിൽ LLMs ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത്. 4 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ബാംഗ്ലൂർ അല്ലെങ്കിൽ ഡൽഹിയിലായിരിക്കും നിങ്ങൾക്ക് പോസ്റ്റിംഗ് വരുന്നത് നോക്കിയിരിക്കാം. ഇതിന് 7.0 CGP ഉണ്ടായിരിക്കണമെന്നും പറയുന്നുണ്ട്, അല്ലെങ്കിൽ 70% ഉണ്ടായിരിക്കണമെന്നും പറയുന്നുണ്ട്. സോ ഈ 2 വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സോ ഇതിന്റെ വേണം നിങ്ങൾക്ക് വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ID, അത് മൊബൈൽ നമ്പർ ഉണ്ടായിരിക്കണം. സോ അത് ആക്റ്റീവ് ആയിരിക്കണമെന്നും പറയുന്നുണ്ട്. സെലക്ഷൻ പ്രോസസ് കംപ്ലീറ്റ് ചെയ്യുന്നിടം വരെ ഓർത്തിരിക്കാം. നിങ്ങൾ ഓൺലൈനാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്, അല്ലാതെ ഓഫ്ലൈൻ ത്രൂ അല്ലെന്ന് ഓർത്തിരിക്കുക. ഇനി നിങ്ങൾ ഓൺലൈൻ അപ്ലൈ ചെയ്തതിനു ശേഷം അതിന്റെ പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിച്ച് വെക്കണമെന്നും പറയുന്നുണ്ട്. നോ ഹാർഡ് കോപ്പി ഓർ പ്രിന്റഡ് ആപ്ലിക്കേഷൻ ഷുഡ് ബി സെൻഡ് ടു C. എന്ന് പറയുന്നുണ്ട്. സോ അതിലേക്ക് നിങ്ങൾ ആപ്ലിക്കേഷൻ ഒന്ന് സെൻഡ് ചെയ്യേണ്ട, ഓൺലൈൻ ത്രൂ അപ്ലൈ ചെയ്യുക, അത് സൂക്ഷിച്ച് വെക്കുക അതിന്റെ പ്രിന്റ് ഔട്ട് എടുത്ത്. സോ ക്ലോസിംഗ് ഡേറ്റ് ഇവിടെ പറയുന്നുണ്ട്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ ഈസ് 30 days ഫ്രം ദ ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ. എംപ്ലോയ്മെന്റ് ന്യൂസ് ഇംഗ്ലീഷ് എന്നും പറയപ്പെടുന്നുണ്ട്. സോ ഇനി സെലക്ഷൻ പ്രോസസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2 ലെവൽ ഇന്റർവ്യൂ ആയിരിക്കും കണ്ടക്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ഓൺലൈൻ ഇന്റർവ്യൂ ആയിരിക്കും. സെക്കൻഡ് ലെവൽ എന്ന് പറയുന്നത് ഓഫ്ലൈൻ പേഴ്സൺ ടു പേഴ്സൺ ഇന്റർവ്യൂ ആയിരിക്കും കണ്ടക്ട് ചെയ്യുന്നത് ഓർത്തിരിക്കാം. അതിന്റെ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്വാളിഫിക്കേഷൻ്റെ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് നോക്കുക. സോ ഇത്രയാണ് ഇതിനകത്ത് നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത്. ബാക്കി കാര്യങ്ങളൊക്കെ നോട്ടിഫിക്കേഷൻ വായിച്ച് നോക്കാവുന്നതാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവിടെ നിങ്ങൾ ഡയറക്റ്റ്ലി ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അപ്ലൈ ചെയ്യുന്നതിൽ അപ്ലൈ ചെയ്യുക. താങ്ക് യു.